ഹായ് ഫ്രണ്ട്സ്, വണ്ണത്തി ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പിന്നെ ഞാനിത് അടിപൊളി ഒരു അഗ്ലോണിമയുടെ കോംബോ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 4 പ്ലാന്റാണ് ഓരോ കോംബോയിലും വെച്ചിരിക്കുന്നത്. അത്ര ബിഗ് സൈസ് പ്ലാന്റ് അല്ല, എന്നാൽ സീഡ്ലിംഗ് സൈസ് അല്ല, നല്ല ഒരു മീഡിയം സൈസ് വരുന്ന പ്ലാന്റാണ്. വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാന്റ്സിനായിരിക്കും നമ്മൾ കൊറിയർ അയക്കുക. എല്ലാ കോംബോസും ഓരോ സെറ്റ് വീതമാണുള്ളത്. അപ്പോൾ ഏതെങ്കിലും കോംബോ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഈ എല്ലാ പ്ലാൻസും നമ്മുടെ സിംഗിൾ പ്ലാൻസ് ആയിട്ടും അവൈലബിൾ ആണ്. സിംഗിൾ പ്ലാൻസിൻ്റെ റേറ്റ് കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാറ്റലോഗ് നോക്കി ഓർഡർ തരുന്നവർക്ക് ഏതെങ്കിലും പ്ലാന്റിൻ്റെ സൈസ് സെപ്പറേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ ഓർഡർ അനുസരിച്ച് പ്ലാന്റ്സ് നിങ്ങൾക്ക് അയക്കുന്ന പ്ലാന്റ് ഏതാണോ അത് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. DTDC സ്പീഡ് പോസ്റ്റ് പ്രൊഫഷണൽ വഴിയാണ് പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നത്. ഫ്രൂട്ട് പ്ലാന്റ്സ് ബൾക്ക് ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ KSRTC റെയിൽവേ പാർസൽ സർവീസ് അവൈലബിൾ ആണ്. മാക്സിമം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഞാനൊരു കോംബോ സെറ്റ് ചെയ്തിരിക്കുന്നത്. കോംബോ പ്ലാന്റ്സ് ആ ഒരു റേറ്റ് വെച്ചിട്ട് സിംഗിൾ പ്ലാന്റ്സ് ആയിട്ട് നമ്മുടെ അവൈലബിൾ ആയിരിക്കില്ല. സിംഗിൾ പ്ലാന്റ്സിന് റേറ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. 600 രൂപയാണ് കോംബോയ്ക്ക് റേറ്റ് വരുന്നത്. ടോട്ടലി 6 കോംബോ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത്. DTDC സ്പീഡ് പോസ്റ്റ് ഇൻസൈഡ് കേരള 70 ആണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ കർണാടക, തമിഴ്നാട് ആ ഒരു ഏരിയയിലൊക്കെ 100 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അഗ്ലോണിമ പ്ലാന്റ്സ് വേണമെങ്കിൽ പ്ലാന്റ്സ് ആഡ് ചെയ്യുന്നതായിരിക്കും. ഇത് നമുക്ക് വിത്ത് പോട്ട് അയക്കാൻ പറ്റില്ല 70 രൂപയ്ക്ക്. കാരണം അത്യാവശ്യം നല്ല വലിപ്പമുള്ള പോട്ടാണുള്ളത്. വിത്തൗട്ട് നമ്മൾ അയക്കും. ഇനിയിപ്പോൾ ആർക്കെങ്കിലും പോട്ടിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോട്ട് ആഡ് ചെയ്തായിരിക്കും. അതല്ല വിത്ത് പോട്ട് എടുക്കാതെ ഇത് സോയിലിൽ നിന്ന് റിമൂവ് ചെയ്യാണ്ട് അങ്ങനെ അയക്കുകയാണെങ്കിൽ അത്യാവശ്യം റേറ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ 4 പ്ലാന്റ്സ് 600 ആണ് റേറ്റ് വരുന്നത്. ഓരോ കോംബോയിലും പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതാണ് ഫസ്റ്റ് കോംബോ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ പിങ്ക് അറോറയുടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പ്ലാന്റാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ സെക്കൻഡ് വൺ റൈസ് നേരോടെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. തേർഡ് വൺ ബ്യൂട്ടി റെഡിൻ്റെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം ചെറിയ സൈസിനുണ്ട്, അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റാണ്. കമ്പാരിറ്റീവ്ലി പേൾ ഓഫ് മെല്ലാണ് കുറച്ച് ചെറുത് വരുന്നത്. ഇതത്ര ഹൈറ്റ് പോകുന്ന വെറൈറ്റി അല്ല, കുറച്ച് സ്ലോ ഗ്രോത്താണ് വരുന്നത് പേൾ ഓഫ് മെൽ. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കോംബോ. 4 പ്ലാന്റ് 600 റുപ്പീസ്. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത്. ഫസ്റ്റ് കോംബോ. സെക്കൻഡ് കോംബോയിൽ ഇതിലും ബ്യൂട്ടി റെഡിൻ്റെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള പ്ലാന്റാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ബ്യൂട്ടി റെഡ്. അതിൻ്റെ കൂടെ പീകോക്കിൻ്റെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. തേർഡ് വൺ ഫ്രോസൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. ലാസ്റ്റ് വൺ റെഡ് ഏഞ്ചലിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. ഇത് ഞാൻ ബിഗ് സൈസ് അല്ലെന്ന് പറയാൻ കാരണം നമുക്ക് വീഡിയോ ചിലപ്പോൾ വലിയ പ്ലാന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ കിട്ടുന്ന ആൾക്കാർ ചില കസ്റ്റമേഴ്സ് കേട്ടോ ഞാൻ വലുതാണെന്ന് വിചാരിച്ചെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷേ ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റിനാണ് കേട്ടോ. ഈ റേറ്റ് നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിരിക്കും. ഇതാണ് സെക്കൻഡ് കോംബോ. തേർഡ് വൺ കോബ്രയുടെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇതാണ് സൈസ് വരുന്നത്. അതിൻ്റെ കൂടെ ജയ്പോങ് റെഡിൻ്റെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ചെറിയൊരു ബേബി ഷൂട്ട് വരുന്നുണ്ട് കേട്ടോ. തേർഡ് വൺ ഇതിൽ നമ്മൾ പീകോക്കിൻ്റെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് വൺ ഡയമണ്ട് പിങ്ക്. മാക്സിമം എല്ലാത്തിലും ഞാൻ റെഡ് വെറൈറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് തേർഡ് കോംബോ. ഫോർത്ത് കോംബോ ഗർഗിൻ്റെ പ്ലാന്റാണ് കേട്ടോ. ഇതിങ്ങനെ ബോർഡറിൽ ഫുള്ളും റെഡ് ഷെയ്ഡ് വരുന്ന പ്ലാന്റാണ്. ഇത് അത്യാവശ്യം സൈസൊക്കെയുള്ള പ്ലാന്റാണ്. അതിൻ്റെ കൂടെ മഹാഷിറ്റയുടെ ഒരു പ്ലാന്റ് ഉണ്ട്. ഇത് വെയിലായിട്ടാണ് കേട്ടോ. ഒരു ലീഫ് ചെറിയൊരു ലൈറ്റ് ഷെയ്ഡായിട്ടുണ്ട്. ഇതാണ് സൈസ് വരുന്നത്. ദെൻ എലീൻ്റെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇത് കമ്പാരിറ്റീവ്ലി
നമ്മുടെ ഗർഗിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ചെറിയ പ്ലാന്റാണ് കേട്ടോ. ലാസ്റ്റ് വൺ തായ്ലൻഡ് റെഡിൻ്റെ ഒരു പ്ലാന്റ്, അത്യാവശ്യം നല്ല റെഡ് ഷെയ്ഡ് കയറിയിട്ടുള്ള പ്ലാന്റ്. ഇതാണ് 4th കോംബോ. 5th കോംബോയിൽ 10 ക്യാരറ്റിൻ്റെ ഒരു പ്ലാന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ റൂബി ബാത്തിക്കിൻ്റെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ദെൻ പേൾ ഓഫ് മെലോൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. ലാസ്റ്റ് വൺ ഗോൾഡൻ സ്പൂൺ എന്ന് പറഞ്ഞ പ്ലാന്റ് ഉണ്ട്. നമുക്ക് വന്നിട്ടുള്ള പുതിയ വെറൈറ്റിയാണ് കേട്ടോ. ഈ പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. നമ്മുടെ റയൻ ഗോൾഡ് ഒക്കെ ഇല്ലേ, ആ ഒരു ഷെയ്ഡ് വരുന്ന പ്ലാന്റാണ് കേട്ടോ. 5th കോംബോ. ലാസ്റ്റ് സെറ്റ് ഓഫ് കോംബോ ആണ് കേട്ടോ. ഇത് കോംബോയിൽ ഗർഗിൻ്റെ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഷൂട്ട് വരുന്ന ഡബിൾ ഷൂട്ട് പ്ലാന്റാണ് കേട്ടോ. ദെൻ സ്റ്റാർഡസ്റ്റിൻ്റെ പ്ലാന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. 4th വൺ ഡയമണ്ട് പിങ്കിൻ്റെ നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ കോംബോ. 4 പ്ലാന്റ് 600 റുപ്പീസ്. കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.